ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഗണിത പഠന പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളിലോട്ട് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാഠം 3 അധികമായാൽ എന്ന പാഠഭാഗമായിരുന്നു പരിചയപ്പെട്ടത്. കതിരണി രാജ്യത്തെ രാജാവ്, പെരുവയറൻ രാജാവ്, തീറ്റയോട് തീറ്റ, ചോറും കറിയും പലഹാരങ്ങളും പഴങ്ങളും വാരി വലിച്ചു തിന്നു. രാജാവിന്റെ വിളംബരം ശ്രദ്ധിച്ചല്ലോ. രാജാവിന് ഇഷ്ടഭക്ഷണം കാഴ്ചവെക്കുന്നവർക്ക് കൈ നിറയെ സമ്മാനം നേടാം അല്ലേ. അങ്ങനെ നമ്മുടെ കതിരണി രാജ്യത്തെ രാജാവിന് ഇഷ്ടഭക്ഷണം കാഴ്ചവെക്കാനെത്തിയ കിങ്ങിണിയെ കണ്ടില്ലേ. കിങ്ങിണി എന്തായിരുന്നു രാജാവിന് കാഴ്ചവെക്കാൻ കൊണ്ടുവന്നത്? 2 കുട്ട നിറയെ പഴുത്ത മാമ്പഴമായിരുന്നു കിങ്ങിണി കൊണ്ടുവന്നത്. എന്നാൽ ഇത് കണ്ട് അടിച്ചു മാറ്റാൻ വന്ന ശുപ്പാണ്ടിയിൽ നിന്നും കിങ്ങിണി എങ്ങനെയാ രക്ഷപ്പെട്ടത്? എന്ത് സൂത്രപ്പണിയാ ചെയ്തത്? മാമ്പഴം തരുമോ എന്ന് ചോദിച്ച ശുപ്പാണ്ടിയോട് കിങ്ങിണി ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? 2 കുട്ടകളിലും കൂടി എത്ര മാമ്പഴമുണ്ടെന്ന് കൃത്യമായി പറഞ്ഞാൽ നിനക്ക് മാമ്പഴം തരാം അല്ലേ. എന്നിട്ടോ സൂചനയും കൊടുത്തല്ലോ. എന്തായിരുന്നു സൂചന? ഒന്നാമത്തെ കുട്ടയിൽ 6 പത്തുകൾക്ക് തുല്യമായ മാമ്പഴമുണ്ട്. രണ്ടാമത്തെ കുട്ടയിൽ 3 പത്തുകൾക്ക് തുല്യമായ മാമ്പഴങ്ങളുമുണ്ട്. എന്നാൽ ആകെ എത്ര മാമ്പഴമായിരിക്കും 2 കുട്ടകളിലും കൂടി ഉണ്ടായിരിക്കുക? ശുപ്പാണ്ടിക്ക് കിട്ടിയ ഉത്തരം ഇല്ല അല്ലെ. അങ്ങനെ ശുപ്പാണ്ടി വെറും കൈയോടെ തിരിച്ചുപോയി. അങ്ങനെ കിങ്ങിണി സന്തോഷത്തോടു കൂടി രാജാവിന് മാമ്പഴം കൊണ്ടുപോയി കൊടുത്തു. എന്നാൽ എത്ര മാമ്പഴമായിരുന്നു കിങ്ങിണി രാജാവിന് കൊടുത്തത്? ക്ലാസ്സിലെ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടുകാർ ശ്രദ്ധിച്ചിരുന്നല്ലോ. 6 പത്തുകൾക്ക് തുല്യമായതെന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 6 പത്തുകൾ വെച്ച് കൂട്ടുമ്പോൾ ഒരു പത്തിന് 10, രണ്ടാമത്തേത് 10 കൂടി വെക്കുമ്പോൾ 20, 30, 40, 50, 60 അല്ലേ. 10, 20, 30, 40, 50, 60. നെക്സ്റ്റ് ബാസ്ക്കറ്റിൽ എത്രയായിരുന്നു? അടുത്ത കുട്ടയിൽ എത്രയായിരുന്നു? 3 പത്തുകൾക്ക് തുല്യമായതെന്നാണ് പറഞ്ഞത്. 3 പത്തുകൾക്ക് തുല്യമായത് എത്രയാണ്? ഒരു 10ന് 10, 10ന്റെ 2 കൂട്ടം ചേരുമ്പോൾ 20, 10ന്റെ 3 കൂട്ടം ചേരുമ്പോഴോ 30 അല്ലേ, 30. അപ്പോൾ ഇനി മൊത്തത്തിൽ എത്രയായിരുന്നു എന്ന് കണ്ടെത്താമല്ലോ. എങ്ങനെയാണ് കണ്ടെത്തിയത്? ആദ്യത്തെ ബാസ്ക്കറ്റിലുള്ള 60 മാമ്പഴങ്ങളും രണ്ടാമത്തേതിലുള്ള 30 കൂട്ടിച്ചേർത്തു അല്ലേ. അപ്പോൾ 1ന്റെ സ്ഥാനത്ത് 0ഉം 0ഉം കൂട്ടുമ്പോൾ സംഖ്യ മാറുന്നുണ്ടോ? ഇല്ല അല്ലേ, 0 തന്നെയാണ്. 10ന്റെ സ്ഥാനത്തോ, 10th പ്ലേസിലോ 6 + 3 = 9. 6ഉം 3ഉം ചേർന്നാൽ 9. അപ്പോൾ എത്ര കിട്ടി? ആകെ കൂടി 90 മാമ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത്. How many mangoes in all? There are 90 mangoes. എന്നാൽ ഈ മാമ്പഴത്തിൽ നിന്ന് കുറേ മാമ്പഴങ്ങൾ നമ്മുടെ രാജാവ് കഴിച്ചു തീർത്തു. എന്നാൽ ഇപ്പോൾ ഒന്നാമത്തെ കുട്ടയിൽ എത്ര മാമ്പഴമാണ് ബാക്കിയുള്ളത്? there are only 10 mangoes. ആകെ 10 മാങ്ങകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നെക്സ്റ്റ് ബാസ്ക്കറ്റിലോ, രണ്ടാമത്തെ കുട്ടയിലോ only 4 mangoes. ആകെ 4 മാങ്ങകൾ മാത്രമാണ് ബാക്കിയുള്ളത്. Only 10 mangoes in first basket and only 4 mangoes in second basket. അപ്പോൾ എത്ര മാമ്പഴമാണ് രാജാവ് കഴിച്ചത്? എങ്ങനെയാണ് കണ്ടെത്തിയത്? ആകെയുള്ളത് ടോട്ടൽ മാംഗോസ് 90 അല്ലേ. ആകെയുള്ളത് 90. അപ്പോൾ ഇനി ഫസ്റ്റ് കുട്ടയിൽ എത്രയാണ് ബാക്കിയുള്ളത്? ഫസ്റ്റ് ബാസ്ക്കറ്റിൽ എത്ര ബാക്കിയുണ്ടെന്നാണ് പറഞ്ഞത്? 10 മാമ്പഴങ്ങൾ ബാക്കിയുണ്ട്. പിന്നെയോ അടുത്ത കുട്ടയിലോ, നെക്സ്റ്റ് ബാസ്ക്കറ്റിൽ എത്രയാണ് ബാക്കിയുള്ളത്? only 4, 4 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ ആകെ ബാക്കിയുള്ളത് എത്രയാണ്? 2ലും കൂടി ആകെ ബാക്കിയുള്ളത് 10 കൂട്ടണം 4, 10 + 4 = 14. 10 കൂട്ടണം 4, 14. ഇനി രാജാവ് എത്രയാണ് കഴിച്ചതെന്ന് എളുപ്പത്തിൽ കണ്ടെത്താമല്ലോ. ആകെ ഉണ്ടായിരുന്ന 90ൽ നിന്ന് 90 മാമ്പഴമായിരുന്നല്ലോ ആകെ ഉണ്ടായിരുന്നത്. ആകെ ഉണ്ടായിരുന്ന 90ൽ നിന്ന് രാജാവ് കഴിച്ചു ബാക്കിയുള്ളതിനെ കുറച്ചാൽ എത്രയാണ് രാജാവ് കഴിച്ചതെന്ന് നമുക്ക് കിട്ടും. എത്രയാണത്? 90 കുറക്കണം
എത്രയാണ്? 14. 90 കുറക്കണം 14. 90 മൈനസ് 14. നമ്മൾ എങ്ങനെ കുറക്കും? ഇവിടെ രണ്ടു രീതിയിൽ നമുക്ക് പ്രവർത്തനം ചെയ്യാമല്ലോ. ആകെയുള്ള 90-ൽ നിന്ന് 14 കുറയ്ക്കുമ്പോൾ 10-ന്റെ ഒരു കൂട്ടം കുറച്ച് നോക്കാം. 10-ന്റെ ഒരു കൂട്ടം കഴിച്ചാൽ 90-ൽ നിന്ന് 10-ന്റെ ഒരു കൂട്ടം കുറച്ചാൽ എത്രയായി? 90 മൈനസ് 10. 90 കുറക്കണം 10. അപ്പം എത്രയായി? 80 അല്ലേ? 80. ഇനി എത്ര കൂടി കുറയ്ക്കണം? ഇനി 4 എണ്ണം കൂടി അതിൽ നിന്ന് എടുത്തു മാറ്റണം. അപ്പോഴോ 80-ൽ നിന്ന് 4 എണ്ണം കൂടി കുറച്ച് നോക്കിയാൽ എത്ര കിട്ടും? 80-ൽ നിന്ന് ആദ്യം 2 എണ്ണം കുറച്ച് നോക്കാം. 2 എണ്ണം എടുത്തു മാറ്റിയപ്പോൾ 78. അപ്പോൾ വീണ്ടും 2 എണ്ണം കൂടി മാറ്റിയാലോ? 76. അങ്ങനെ നമ്മൾ 90-ൽ നിന്ന് 14 എണ്ണം കുറച്ചു അല്ലേ? 90 മൈനസ് 14 എത്രയാണ് കിട്ടിയത്? 76. 76. ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് കണ്ടെത്തുക? ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് രാജാവ് കഴിച്ചത് എത്രയാണെന്ന് ആദ്യം എഴുതി നോക്കാം. 60 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 10 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ എത്രയാണ് കഴിച്ചത്? 50 എണ്ണമാണ് കഴിച്ചത്. 50. രണ്ടാമത്തെ കുട്ടയിലോ? രണ്ടാമത്തെ കുട്ടയിൽ 30 മാങ്ങകളിൽ നിന്ന് 4 എണ്ണം ബാക്കിയുണ്ട് അല്ലേ? 30 മൈനസ് 4. അപ്പോൾ എത്രയാണ് കഴിച്ചത്? ഇവിടെ 26 എണ്ണമാണ് കഴിച്ചത്. ഇനി 2 കുട്ടയിലെയും കഴിച്ച മാങ്ങകൾ തമ്മിൽ കൂട്ടി നോക്കാം. ആദ്യത്തെ കുട്ടയിൽ നിന്ന് 50 എണ്ണവും രണ്ടാമത്തെ കുട്ടയിൽ നിന്ന് 26 എണ്ണവും. ഫസ്റ്റ് ബാസ്ക്കറ്റിൽ 50, സെക്കൻഡ് ബാസ്ക്കറ്റിൽ നിന്ന് 26. അങ്ങനെ ടോട്ടൽ 76. ഇവിടെ ചെയ്ത 2 രീതിയും കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. ആദ്യം ചെയ്ത രീതി ആകെയുള്ള മാങ്ങകളിൽ നിന്ന് മിച്ചം വരുന്നവയാണ് കുറച്ചത്. ആകെയുള്ള 90-ൽ നിന്ന് മിച്ചം വരുന്ന മാങ്ങകൾ കുറച്ചപ്പോൾ കഴിച്ച മാങ്ങകളുടെ എണ്ണം കിട്ടി. രണ്ടാമത്തേതിൽ ഓരോ കുട്ടയിൽ നിന്നും കഴിച്ചത് ആദ്യം കണ്ടെത്തി പിന്നീട് രണ്ടും കൂട്ടിച്ചേർത്തു അല്ലെ? ആദ്യത്തെ കുട്ടയിൽ നിന്ന് കഴിച്ചതും രണ്ടാമത്തെ കുട്ടയിൽ നിന്ന് കഴിച്ചതും കൂട്ടിച്ചേർത്തപ്പോൾ മൊത്തത്തിൽ എത്ര കഴിച്ചു എന്ന് കണ്ടെത്തി. ഇതായിരുന്നു 2 രീതികൾ. How many mangoes? 2 baskets of mangoes before the king. 60 in the first and 30 in the second. How many in all? The king ate some mangoes. Only 10 are left in the first basket and 6 in the second. How many mangoes did the king eat? From the first basket, from the second basket, total. Okay? ഇനി അടുത്ത പേജിലെ പ്രവർത്തനം നോക്കാം. മധുര പലഹാരം. രാജാവ് ലഡു കഴിക്കാൻ തുടങ്ങി. 10 ലഡു വീതമാണ് പാത്രങ്ങളിൽ ഉള്ളത്. എത്ര പാത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചല്ലോ. ഇവിടെ 9 പാത്രങ്ങളാണ് ഉള്ളത്. ഇതിൽ രാവിലെ 4 പാത്രങ്ങളിലേത് മുഴുവനും 5-ാമത്തേതിൽ നിന്ന് 6 എണ്ണവും കഴിച്ചു. എന്നാൽ രാവിലെ ആകെ എത്ര എണ്ണം കഴിച്ചു? ഇതാണ് ഈ കോളത്തിൽ എഴുതേണ്ടത്. വൈകിട്ട് കഴിച്ചതോ? 3 പാത്രങ്ങളിലേത് മുഴുവനും മറ്റൊന്നിൽ നിന്ന് 2 എണ്ണവും. എന്നാൽ 2 നേരവും കൂടി ആകെ എത്ര ലഡു കഴിച്ചു എന്നാണ് ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത്. സ്വീറ്റ്സ്. The king started eating laddus. 10 laddus in each plate. In the morning, the king ate all the laddus in 4 plates and 6 more from the 5th. How many laddus did they eat in the morning? In the evening, he ate all laddus in 3 plates and 2 more from another. Morning and evening, how many did they eat in all? Then next activity, അടുത്ത പ്രവർത്തനം നോക്കാം. ലഡു എത്ര? 55 ലഡു 2 പാത്രങ്ങളിലായി വച്ചിരിക്കുന്നു. ഒന്നിൽ 15 എണ്ണമുണ്ട്. ആകെ 55 ലഡു 2 പാത്രങ്ങളിലായി വച്ചിരിക്കുന്നു. ഒന്നിൽ 15 എണ്ണം ഉണ്ട്. എങ്കിൽ രണ്ടാമത്തേതിൽ എത്രയുണ്ട്? എങ്ങനെ കണ്ടെത്തും? ആകെയുള്ളതുമുണ്ട്, ഒരു പാത്രത്തിലുള്ളതുമുണ്ട്. എന്നാൽ മറ്റേ പാത്രത്തിലുള്ളതാണ് കണ്ടെത്തേണ്ടത്. മനസ്സിലായി കാണുമല്ലോ. How many? 55 laddus are put in 2 plates. 15 laddus in 1 plate. How many in the second plate? ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് കൂട്ടുകാർക്ക് ചെയ്യാനുള്ളത്.
കൂട്ടുകാർ സ്വയം തന്നെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണേ. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ അടുത്ത ക്ലാസ്സിലെ പ്രവർത്തനങ്ങളുമായി വരുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.